ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. പഴം ബോളി എന്നും അറിയപ്പെടുന്ന ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കുന്ന ബോളിയാണ്. അതിനായി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദയും 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മധുരം ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അത് പഴത്തിന് മധുരം ഉണ്ടാവുമല്ലോ, അത് മതിയെന്നുണ്ടെങ്കിൽ ഇതിൽ ബാറ്ററിൽ മധുരം ചേർക്കണമെന്നില്ല. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു മുട്ടയാണ്. മുട്ട കഴിക്കില്ലാത്തവർക്ക് അത് ഒഴിവാക്കി പകരം ഇഡലി മാവോ ദോശമാവോ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുമല്ല എന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു അരമണിക്കൂർ ഇതൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ ബാറ്റർ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി തിക്കായി പോകാനും പാടില്ല, ഒരുപാട് ലൂസായി പോകാനും പാടില്ല. അങ്ങനെ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വറുത്ത എള്ള്, ബ്ലാക്ക് സെസമി സീഡ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ആ സമയത്ത് നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുക്കാം. ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള പഴമായ കാരണം 3 ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു പഴം. തിക്നെസ് നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ വണ്ണം അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. നമ്മളുടെ വീട്ടിലത്തെ ആവശ്യത്തിനേക്കൊക്കെ ആകുമ്പോൾ 2 നീളം കട്ട് ചെയ്തിട്ട് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുമായിരിക്കും നല്ലത്. അപ്പോൾ അത്രയും കുറച്ച് എണ്ണ നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. വെളിച്ചെണ്ണയോ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ പാൻ ചൂടായപ്പോൾ അതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിലേക്ക് മുക്കി പഴം ഇട്ട് കൊടുക്കാം. ഓരോ സ്ലൈസസ് എടുത്ത് ബാറ്ററിൽ മുക്കി ഓരോ പീസസായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ട് വേണം ഇടാനായിട്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം, എണ്ണ നല്ല തിളച്ച് കിടക്കുമല്ലേ, ശ്രദ്ധിച്ച് സൂക്ഷിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സെറ്റ് ഇത് വറുത്ത് കോരിയിട്ടുണ്ട്. അതുപോലെ അടുത്ത സെറ്റ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയൊക്കെ ചേർത്ത് വരുമ്പോൾ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. പുറത്തൊരു ചെറിയ കരുകരുപ്പും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രിസ്പിനെസ് വേണ്ടാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർത്താൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ മുട്ടയും ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മുട്ട ചേർത്ത് വരുമ്പോൾ അതിൻ്റെ ആ ബാറ്ററിനൊരു നല്ലൊരു സോഫ്റ്റും ആയിരിക്കും, എന്നാൽ ഒരു ചെറിയ ഒരു കരുകരുപ്പ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ മഞ്ഞൾ പൊടി ചേർക്കുന്ന കാരണം, കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുന്ന കാരണം അതിൻ്റെ ആ ഒരു മഞ്ഞ കളറും കിട്ടും. എന്നാൽ മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും വരുകയില്ല. 1/4 ടീസ്പൂണല്ലേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വീണ്ടും അടുത്ത സെറ്റും റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് നോക്കൂ, ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാകും. ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. കറുത്ത എള്ളൊക്കെ ഉള്ള കാരണം ഒരു ഡിസൈൻ പോലെ വരികയും ചെയ്യും. അതുപോലെ തന്നെ കറുത്ത എള്ള് കഴിക്കുന്നത് ബ്ലഡൊക്കെ ഉണ്ടാവാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും. അടുത്ത വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.